Hi friends, welcome to a new video of Tech PSC. ബിടെക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് 2025ലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പോർട്ടൽ ഇപ്പോൾ ലൈവ് ആണ്. LBS പോർട്ടൽ വഴിയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് അതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു എക്സാമിനെ വളരെ എഫക്റ്റീവായിട്ട് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു 50 ഡേ സ്റ്റഡി പ്ലാൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് വൈ ലെറ്റ്, എന്തുകൊണ്ട് ലെറ്റ് എന്ന് ചോദിച്ചാൽ ലെറ്റ് എക്സാം ഈസ് എ ഷോർട്ട് കട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഡിവോക്ക് അല്ലെങ്കിൽ BSc യോഗ്യത ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബിടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്ക് അഡ്മിഷൻ ലഭിക്കുകയും 3 വർഷം കൊണ്ട് ബിടെക് ഡിഗ്രി സ്വന്തമാക്കാനും സാധിക്കും എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് എന്ന് ഞാൻ പറയാൻ കാര്യം സാധാരണ എൻട്രൻസ് എക്സാമുകളെ അപേക്ഷിച്ച് കോമ്പറ്റീഷൻ ലെവൽ ലെറ്റിന് കുറവാണ്. ഓൺ ആൻ ആവറേജ് ഒരു 5000-ഓളം ഉദ്യോഗാർത്ഥികളാണ് ആസ്പിരൻസ് ആണ് നമുക്ക് ഈ ലെറ്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്ന് വിചാരിച്ചാൽ ഒരു ആവറേജ് ആയിട്ട് ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു സ്ട്രാറ്റജിക്കൽ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്, ഉയർന്ന റാങ്കോടെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തന്നെ ബിടെക് എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി സ്വന്തമാക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ പോളി, ഡിപ്ലോമ അല്ലെങ്കിൽ ഡിവോക്ക് അല്ലെങ്കിൽ BSc സ്റ്റുഡൻസിന് ഡയറക്റ്റ് ആയിട്ട് ബിടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക. ഈ ഒരു യോഗ്യതയിൽ നിങ്ങൾക്ക് 45% മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആയിരിക്കണം. ഫൈനൽ ഇയർ സ്റ്റുഡന്റുകാർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു എക്സാം നിങ്ങൾ പാസ്സായിരിക്കണം. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന 45% ഓർ എബോവ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കേരളത്തിന് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഏജ് ലിമിറ്റ് 18 ഇയേഴ്സ്, 18 വയസ്സാണ്. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഏത് ബ്രാഞ്ച് വേണമെങ്കിലും ബിടെക് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓൺ ദ ബേസിസ് ഓഫ് അവർ റാങ്ക്. അതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ്. DT അഥവാ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഈ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലേക്ക്, അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് മാനേജ്മെന്റ് സീറ്റിൽ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ഡേറ്റ്സും നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2025 ഏപ്രിൽ 10-നാണ്. 2025 മെയ് 22 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വെബ്സൈറ്റ് www.lbscenter.kerala.gov.in ആണ്. ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു ഫീസ് വരുന്നുണ്ട്. നിങ്ങൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ 1100 രൂപയും SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 550 രൂപയുമാണ് ഫീസായിട്ട് നമ്മൾ പേ ചെയ്യേണ്ടത്. മോഡ് ഓഫ് പേയ്മെന്റ് ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ ത്രൂവും നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള അവസാന തീയതി 2025 മെയ് 20, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി 2025 മെയ് 22 ആണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ബിടെക് ഫസ്റ്റ് ഇയറിന്റെ സെലക്ടഡ് ആയിട്ടുള്ള സിലബസ് മാത്രമേ ഉള്ളൂ. 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് ഓരോ മാർക്ക് ലഭിക്കുമ്പോൾ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നത് ഈ ഒരു എക്സാമിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സിലബസ് നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 15 മാർക്കിന്റെ ചോദ്യങ്ങൾ 6 മോഡ്യൂൾസ് ആണുള്ളത്. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് 30 മാർക്കിന്റെ ചോദ്യങ്ങൾ 6 മോഡ്യൂൾസ് ഈച്ച്. പ്രോഗ്രാമിംഗ് ഇൻ C 30 മാർക്കിന്റെ ചോദ്യം 5 മോഡ്യൂൾസ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 15 മാർക്കിന്റെ ചോദ്യം 6 മോഡ്യൂൾസ്. മാത്തമാറ്റിക്സ് 20 മാർക്കിന്റെ ചോദ്യം 6 മോഡ്യൂൾസ്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ജനറൽ ആയിട്ടുള്ള ബേസിക് ഗ്രാമർ, അതായത് +2 ലെവൽ വരെയുള്ള ഗ്രാമറും അതോടൊപ്പം പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ആണ് ഇംഗ്ലീഷിൽ വരുന്നത്. അങ്ങനെ ടോട്ടൽ 120 മാർക്കിനായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പോൾ സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആഴ്ച, അതായത് ഡേ 1 to 6, അതിൽ ഡേ 1, 2 നമുക്ക് സിവിലിലെ മോഡ്യൂൾ 1 കവർ ചെയ്യാം. ഡേ 3 സിവിലിലെ മോഡ്യൂൾ 2, ഡേ 4 സിവിലിലെ മോഡ്യൂൾ 3 കവർ ചെയ്യുക. ഡേ 5 മെക്കാനിക്കലിലെ മോഡ്യൂൾ 4, ഡേ 6 മെക്കാനിക്കലിലെ മോഡ്യൂൾ 5. ഡേ 7 മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയമാണ്. ഈ ഒരു വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അതിൽ നമ്മൾ സിവിലും മെക്കാനിക്കലും ആണല്ലോ ഫസ്റ്റ് വീക്ക് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് സിവിലും ഷഫിൾ ചെയ്തെടുക്കാതെ സിവിലും മെക്കാനിക്കൽ അങ്ങനെ മാത്രമായിട്ട് എടുക്കുന്നത് ഓരോ വീക്കിലും. അങ്ങനെയാണെങ്കിൽ വീക്ക്ലി എക്സാംസ് എഴുതാനായിട്ട് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സിവിൽ പ്ലസ് മെക്കാനിക്കൽ ടോപ്പിക്സ്, ഇതുവരെ നമ്മൾ പഠിച്ച ടോപ്പിക്കിന്റെ ഒരു വീക്ക്ലി ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒന്നാമത്തെ ആഴ്ച നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ആഴ്ച 8 മുതൽ 13 വരെ ദിവസങ്ങളിൽ
ഡേ 8 മെക്കാനിക്കലിലെ മൊഡ്യൂൾ 6, 9, 11 ഈ 2 ദിവസവും നമ്മൾ സിവിലിലെയും മെക്കാനിക്കലെയും റീക്യാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഷോർട്ട് നോട്ട്സും നമ്മൾ നോക്കുക. അതായത് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ബ്രീഫ്ലി അതൊന്ന് സമ്മറൈസ് ചെയ്ത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഓക്കെ. ഡേ 12 മിക്സഡ് ഒബ്ജക്റ്റീവ് പ്രാക്ടീസ് ആണ്. സിവിലിന്റെയും മെക്കിന്റെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 13ാമത്തെ ദിവസം ഇതേപോലെ തന്നെ സിവിലിന്റെയും മെക്കിന്റെയും MCQs നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഉള്ള ദിവസമാണ്. 14ാമത്തെ ദിവസം മോഡൽ എക്സാം 2 സിവിലിന്റെയും മെക്കാനിക്കലിന്റെയും രണ്ടാമത്തെ സെറ്റ് ഓഫ് മോഡൽ എക്സാംസ് നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ ആഴ്ച 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. 15ാമത്തെ ദിവസം മൊഡ്യൂൾ 1, 16ാമത്തെ ദിവസം മൊഡ്യൂൾ 2. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ DC സർക്യൂട്ട്സ് ആണ്. ഇലക്ട്രിക്കലിലെ മൊഡ്യൂൾ 2 വരുന്നത് AC പ്ലസ് മാഗ്നറ്റിസം. അടുത്തത് ഇലക്ട്രിക്കലിലെ മൊഡ്യൂൾ 3 വരുന്നത് AC സർക്യൂട്ട്സ് ആണ് 17ാമത്തെ ദിവസം. 18, 19, 20 ദിവസങ്ങളിൽ ഇലക്ട്രോണിക്സിലെ മൊഡ്യൂൾ 4, 5, 6 എന്നിവയാണ് കവർ ചെയ്യേണ്ടത്. ഡയോഡ്സ് ആൻഡ് BJT, ആംപ്ലിഫയർ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ. 21ാമത്തെ ദിവസം ഒരു വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ്. ടോപ്പിക്സ് അറിയാലോ, ഇലക്ട്രിക്കൽസും ഇലക്ട്രോണിക്സും. വീക്ക് 4 4ാമത്തെ ആഴ്ച 22 മുതൽ 27 വരെയുള്ള ദിവസം C പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. അതിൽ 22ാമത്തെ ദിവസം പ്രോഗ്രാമിംഗ് C മൊഡ്യൂൾ 1 ആണ്. 23, 24, 25, 26 ദിവസങ്ങളിൽ റെസ്പെക്റ്റീവ്ലി മൊഡ്യൂൾ 2, 3, 4, 5 കവർ ചെയ്യാം. അതിൽ കൺട്രോൾ ഫ്ലോ, arrays and strings, functions and recursion, pointers and filters, pointers and files എന്നീ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ. 27ാമത്തെ ദിവസം പ്രാക്ടീസ് പ്രോഗ്രാം ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്ലസ് ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ. 28ാമത്തെ ദിവസം പ്രോഗ്രാമിംഗ് ഇൻ സിയുടെ ഒരു വീക്ക്ലി ടെസ്റ്റ് കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. 5ാമത്തെ ആഴ്ച 29 മുതൽ 34 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ മെക്കാനിക്സിന്റെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ. 29 മുതൽ 33 വരെയുള്ള ദിവസങ്ങളിൽ റെസ്പെക്റ്റീവ്ലി മെക്കാനിക്കലിന്റെ മൊഡ്യൂൾ 1 to 5 നമ്മൾ കവർ ചെയ്യുന്നു. ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 സ്റ്റാറ്റിക്സ് ആണ്. മൊഡ്യൂൾ 2 ഫ്രിക്ഷൻ ബീംസ്. മൊഡ്യൂൾ 3 വരുന്നത് സെൻട്രോയിഡ് ഇനേർഷ്യ. മൊഡ്യൂൾ 4 വരുന്നത് ഡയനാമിക്സ്. മൊഡ്യൂൾ 5 വരുന്നത് റൊട്ടേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ. പ്ലസ് 34ാമത്തെ ദിവസം നമുക്ക് മിക്സഡ് MCQന്റെ പ്രാക്ടീസും പ്രോബ്ലംസിന്റെ പ്രാക്ടീസും കുറച്ച് ഇംഗ്ലീഷും കുറേശ്ശെയായിട്ട് ഇംഗ്ലീഷ് നോക്കാം. 35ാമത്തെ ദിവസം അടുത്ത മോക്ക് ടെസ്റ്റ് മെക്കാനിക്സിന്റെ മോഡൽ എക്സാംസ് എഴുതാനുള്ള വീക്ക്ലി മോഡൽ എക്സാം എഴുതാനുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത 6ാമത്തെ ആഴ്ച വീക്ക് 6 36 മുതൽ 41 വരെയുള്ള ദിവസങ്ങൾ. അതിൽ മാത്സ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. 36 മുതൽ 40 വരെയുള്ള ദിവസങ്ങളിൽ മാത്സിന്റെ റെസ്പെക്റ്റീവ്ലി മൊഡ്യൂൾ 1, 2, 3, 4, 5 എന്നിവ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ മൊഡ്യൂൾസും ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 വരുന്നത് ലീനിയർ ആൾജിബ്ര ആണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 വരുന്നത് മൾട്ടി വേരിയബിൾ കാൽക്കുലസ്. മൊഡ്യൂൾ 3 വരുന്നത് സീരീസ്. മൊഡ്യൂൾ 4 വെക്റ്റർ കാൽക്കുലസ്. മൊഡ്യൂൾ 5 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ലാപ്ലേസ് ഫോറിയർ തിയറംസ്. 41ാമത്തെ ദിവസം മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഫോർമുലാസും പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ഇംഗ്ലീഷും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 42ാമത്തെ ദിവസം ഒരു വീക്ക്ലി മോഡൽ എക്സാം എഴുതാനുള്ള ദിവസമാണ് മാത്സിന്റെ. ഓക്കെ. ഇനി 43 സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു റിവിഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ, അപ്പോൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു റിവിഷൻ 7ാമത്തെ ആഴ്ച റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അതായത് 43 മുതൽ 48 വരെയുള്ള ദിവസങ്ങൾ. 43ാമത്തെ ദിവസം സിവിൽ മെക്കാനിക്കൽ ഒന്ന് റിവൈസ് ചെയ്യാം. 44 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിവിഷനുള്ള സമയമാണ്. 45ാമത്തെ ദിവസം പ്രോഗ്രാമിംഗ് C. 46ാമത്തെ ദിവസം മെക്കാനിക്സ്. 47ാമത്തെ ദിവസം മാത്തമാറ്റിക്സ്. 48ാമത്തെ ദിവസം ഇംഗ്ലീഷും മിക്സഡ് മോക്കും നമുക്ക് ചെയ്യാം. ഓക്കെ. അടുത്തത് ഡേ 49 and 50 ഒരു ഫൈനൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ആണ്. ഓക്കെ. ഇത്തരത്തില് മോക്ക് ടെസ്റ്റുകൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം മാറ്റിവെക്കുകയാണെങ്കിൽ, ഒരു സ്റ്റഡി ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ 50 ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് കൃത്യമായിട്ടുള്ള റിവിഷനും അതോടൊപ്പം കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്കിൽ എത്തിച്ചേരാനുള്ള പ്രോബബിലിറ്റിയും വർദ്ധിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് 2025 തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക്
വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ടെക് പി എസ് സി ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു കോഴ്സ് നിങ്ങൾ എടുക്കണമെന്ന് പറയുന്നത്, നമുക്ക് ധാരാളം റെഫറൻസുകളുണ്ട്. ഈ മൊഡ്യൂൾസ് കവർ ചെയ്യുന്നതിനായിട്ട് ധാരാളം റെഫറൻസസ് ഉണ്ട്. അപ്പോൾ ഈ റെഫറൻസിൽ നിന്നും നമുക്ക് സിലബസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യുക, അതോടൊപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക, മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യുക, അത് ഫൈൻഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഒരു സ്റ്റഡി റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഒരു കോച്ചിങ് സഹായിക്കും. അത്തരത്തിൽ ടെക് പി എസ് സി ലെറ്റ് 2025 ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു എക്സാം സ്പെഷ്യൽ ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളെ സൃഷ്ടിച്ച അതിവിദഗ്ധരായ അധ്യാപകരാണ് ഈ ഓരോ ക്ലാസ്സുകളും നയിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ലഭിച്ചുകൊണ്ടിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് എക്സാമുകൾ, ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ കൃത്യമായിട്ട് ഈ ഒരു ലെറ്റിന്റെ അതേ മോഡലിൽ നടത്തപ്പെടുന്ന മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു എക്സാമിന്റെ കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയാണ് എന്നുള്ളതും നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഉള്ള ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് ടെക് പി എസ് സിയുടെ എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 1999 എന്ന നിസ്സാരമായ പ്രൈസിലുമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റിന് നല്ലൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാനായിട്ടും അതോടൊപ്പം നിങ്ങളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിന്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക്